മുപ്പത്തിമുക്കോടി ദൈവങ്ങളും ചേർന്ന് എനിക്ക് വേണ്ടി കടഞ്ഞെടുത്തൊരു വെണ്ണക്കൽ ശില്പം. ചക്ക അതുകൊണ്ട് നിൽക്കുന്നു ഒരു മൊട്ടത്തലേൻ്റെ കൂടെ. ശരിയാക്കി തരണം. ഹലോ വീണ, ഐ ലവ് യു സോ മച്ച്. ഐ മിസ് യുടാ. ഓ സോറി, വീണയുടെ ഹസ്ബൻഡ് ആയിരുന്നല്ലേ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഓർത്തില്ല. സോറി കേട്ടോ. യു ക്യാരി ഓൺ. ഇവക്കിട്ടൊരു പണി കൊടുത്തപ്പോ എന്തൊരു ആശ്വാസം. നീന കുരുവിള, മോഡൽ, വർക്കിംഗ് ഫോർ എ ബ്രാൻഡഡ് ജ്വല്ലറി. ജ്വല്ലറിയാ? ജ്വല്ലറിയുടെ സ്പെല്ലിംഗ് പോലും അറിയാത്തവളെ പിടിച്ച മോഡലാക്കിയിരിക്കുന്നത്. കണ്ടിട്ടൊരു പോക്ക് കേസാന്ന് തോന്നുന്നു. ഒന്ന് പോക്ക് ചെയ്തേക്കാം. മീര വേണുഗോപാൽ, ഏജ് 24, ഹിന്ദു. ഇത് കൊള്ളാം, നല്ല കുട്ടി. മീര 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 മീര. ഓക്കെ സാർ, ചെയ്യാം സാർ. ഓ സാർ, ശരി സാർ. ഈ MD എന്ന് പറയുന്ന തെണ്ടിക്കൊന്നും ഒരു പണിയില്ലേ. സ്വസ്ഥമായിട്ടൊരു പെണ്ണിനെ നോക്കാനും സമ്മതിക്കൂല സാർ. ചായ. തന്റെ ഈ വൃത്തികെട്ട ശബ്ദം ഒന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തൂടെ? കഷ്ടം. മീര, ഷീസ് ഡാം ഹോട്ട്. എൻ്റെ പൊന്നു സാറേ, സാറിൻ്റെ ഈ ആക്രാന്തം കാരണം ഒന്നും നടക്കാത്തത്. വീണാ മാഡത്തിൻ്റെ കല്യാണത്തിന് മുമ്പേ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. എന്നിട്ടിപ്പോൾ വീണാ മാഡം കെട്ടി കൊച്ചു ആകാറായി. സാർ ഇങ്ങനെ പെണ്ണും കണ്ട് ഓഫീസിൽ നിറഞ്ഞു നിന്നു. എടോ, ഞാൻ വിചാരിക്കാനാണോ? ഇന്നലത്തെ കൂടെ കൂട്ടിയത് ഇപ്പൊ 14ാമത്തെ പെണ്ണ് കാണല. പെണ്ണ് കണ്ട് കണ്ട് മടുത്തു. ആർക്ക്? പെണ്ണുങ്ങൾക്ക്. ഓടോ, 35,000 രൂപയുടെ ജോലിയും കളഞ്ഞ് ഒരു 7,500 രൂപയ്ക്ക് ഡൂക്കിലി കമ്പനിയിൽ എന്ന് കയറിയോ അന്ന് തൊട്ട് എനിക്ക് ശനിദശയാ. ശനിയാഴ്ച ആയതൊന്നും അല്ല പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടാറ്. പിന്നെ സാറിൻ്റെ ബന്ധുക്കളാരും നാട്ടിലെന്നും പറഞ്ഞുകൊണ്ട് സാറ് പെണ്ണ് കാണാൻ പോകുമ്പോൾ കൂടെ കൊണ്ടുവന്ന് ആരെയാ? ഈ ഓഫീസിലെ ഷിബു സാറിനെ. അയാളെ പോലൊരു ഭൂലോക കോഴിയെ ഞാൻ കണ്ടിട്ടുണ്ട്. പോരാത്തിന് സ്റ്റാർ TVയിലെ വിജയ്. ഹലോ, നീനല്ലേ? ഇന്നത്തെ പ്രോഗ്രാം കണ്ടില്ലേ? സ്പെഷ്യൽ ഡെഡിക്കേഷൻ നിനക്ക് വേണ്ടിയായിരുന്നു. ഒരു മിനിറ്റ്. എന്താ വിഷ്ണു, പുതിയ ചിക്സിനെ ഒന്നും കാണാൻ പോകുന്നില്ലേ? ഇല്ലളിയാ, പോകുമ്പോ വിളിക്കാം. അല്ല, ഈ ആഴ്ച ഞങ്ങൾ വിജയ്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിന്റെ പെണ്ണ് കാണലെങ്ങാനും ഉണ്ടെങ്കിൽ അത് വേണേ ക്യാൻസൽ ചെയ്യാം. അതല്ലേ ഫ്രണ്ട്ഷിപ്പ്? അത് ഞാനേ ഈ ശബരിമലയ്ക്ക് പോകാൻ മാല ഇടാൻ പ്ലാൻ ചെയ്തിരിക്കുക. അതുകൊണ്ട് അടുത്തെങ്ങും ഒരു പെണ്ണ് കാണലുണ്ടാവാൻ സാധ്യതയില്ല. ഓ, ദാറ്റ്സ് ടു ബാഡ്. ഇതാര്? പുതിയ അപ്പോയിന്റ്മെന്റാ? എക്സ്ക്യൂസ് മീ, കുഞ്ഞാ നില്ല്, ചോദിക്കട്ടെ. സാർ ഇതുവരെ കാണാൻ പോയ പെണ്ണുങ്ങളെല്ലാം ഷിബു സാറിനെ രാത്രി വിളിക്കാറുണ്ടെന്നാ കേട്ടത്. സാറേ, ഒരു ചെറിയ വര വലുതാക്കാൻ എന്തുവാ ചെയ്യുന്നേ? അതിന് താഴെ അതിനേക്കാൾ ചെറിയൊരു വരയിടണം. അതുകൊണ്ട് സാർ ഇനി പെണ്ണ് കാണാൻ പോകുമ്പോൾ സാറിനെക്കാട്ടി നിറവും സാറിനെക്കാട്ടി സൗന്ദര്യവും ഒക്കെ കുറഞ്ഞൊരാളിനെ വേണം കൂടെ കൊണ്ടുപോകാൻ. കണ്ട പട്ടി വെള്ളം കുടിക്കരുത്. അപ്പൊ പിന്നെ താൻ വരുമോ എൻ്റെ കൂടെ? ഓഹോ, ആർ ഈ തരത്ത് എൻ്റെ നെഞ്ചത്ത് വെച്ചോ? എൻ്റെ സാറേ, സാറിൻ്റെ പരിചയത്തിലാരെങ്കിലും ഉണ്ടോ നോക്ക്. ഇവന്മാരൊന്നും പറ്റൂല. ബിജു അവൻ കറക്റ്റാ. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമി പോലെയാണ്. അവിടെ വിജയിക്കണമെങ്കിൽ അവസാനം വരെ പോരാടണം. പോയി വിജയിച്ചു വാ. ഓക്കോ, അതേ തത്തമ്മ പച്ച ഷോള് തന്നെ വേണം. അത് തന്നെ ഇടണം. കുടുങ്ങിയല്ല. ആളെയാ, നീ
എന്താണ് ഇവിടെ? നിന്നൊന്ന് കാണാൻ വന്നതാ. നീ ഒന്ന് കാണാൻ വന്നതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അതൊക്കെ പോയ കാര്യമല്ലേ? അതേടാ എന്റെ ജീവിതം പോയ കാര്യം. നീ ഇതുവരെ ഒന്നും മറന്നില്ലേ? മറക്കാനാ? നീ അന്ന് എന്നോട് എന്താ പറഞ്ഞത്? മഞ്ജു വർഗീസ് നിന്റെ കാമുകിയാണ്, നീ വിളിച്ചു അപ്പ ഇറങ്ങി വരും. നിന്റെ വാക്കും വിശ്വസിച്ച് അവർക്ക് കത്ത് കൊടുക്കാൻ പോയതിന് എനിക്ക് കിട്ടി. സോറി. അത് പിന്നെ ഒരു കൂട്ടുകാരന് വേണ്ടിയാണല്ലോ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചു. പക്ഷെ രാവിലെയാണ് ഞാൻ അറിഞ്ഞത് ഈ മഞ്ജു വർഗീസിന്റെ വർഗീസ് ഞാൻ ജോലി ചെയ്യണ പലചരക്കടയിലെ വർക്കിച്ചാരനാണെന്ന്. അവിടെ നിന്നും കിട്ടി. എട്ടിന്റെ പണി കിട്ടിയാൽ എന്താ, ഉള്ള പണി പോയി കിട്ടി. പിന്നെ ഞാൻ നിന്നെ ഇന്നാണ് കാണുന്നത്. അതുകൊണ്ടെന്താ, നല്ലത് മാത്രമല്ലേ സംഭവിച്ചുള്ളൂ. നീ പുതിയ ഡാൻസ് സ്കൂൾ തുടങ്ങി. എടാ, നിന്നെ അറിയാത്ത ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? അത്രയ്ക്ക് ഫേമസ് അല്ലേ നീ നിന്റെ ഡാൻസ് സ്കൂളും. അതുകൊണ്ട് തന്നെ എന്റെ ഈ പെണ്ണ് കാണലിൽ നീ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചത്. പെണ്ണ് കാണാനാ നിന്റെ കൂടെ? ഒഞ്ഞി പോടാ മരമാക്രി. അളിയ നീ അങ്ങനെ പറയരുത്. നീ കൂടി എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു വെയിറ്റ്. അതിനുവേണ്ടി നീ ഇവിടെ വെയിറ്റ് ചെയ്യണ്ട. പൊക്കോ. ശരിയടാ, ഞാൻ പോയേക്കാം. നിന്നെ ഒരു സഹോദരനെ പോലെ കണ്ടു എന്നുള്ളതാണ് എൻ്റെ തെറ്റ്. പക്ഷെ എൻ്റെ വിഷമം അതല്ല. ഈ പെണ്ണെങ്ങാനും ഓക്കെയാ കിട്ടുന്ന സ്ത്രീധനത്തിന്റെ ഒരു പങ്ക് നിന്റെ ഡാൻസ് സ്കൂളിന് വേണ്ടി സ്പോൺസർ ചെയ്യാം എന്നുള്ള എൻ്റെ നേർച്ച ക്യാൻസൽ ചെയ്യേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. വരട്ടെ. ഏറ്റില്ലേ? വിളിക്കുന്നില്ലല്ലോ. പോയേക്കാം. നേർച്ച ക്യാൻസൽ ചെയ്യണ്ട, ശാപം കിട്ടും. ഏറ്റ്. എന്നാ പെണ്ണ് കാണൽ? അതൊക്കെ ഞാൻ അറിയിക്കാം. എന്തായാലും പെണ്ണ് കാണാൻ വരുമ്പോ ദേ ഇത് ഇട്ടോണ്ട് വന്നാ മതി. ഇതൊന്നും വേണ്ടായിരുന്നു. അല്ല, ഏതാ പെണ്ണ്? ഇതാ പെണ്ണ്. എനിക്കറിയാവുന്ന കുട്ടിയാ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള കൊച്ച. തങ്കപ്പെട്ട സ്വഭാവം. സാറിൻ്റെ സങ്കല്പത്തിലെ പോലുള്ള ഒരു നങ്ങേലി പെണ്ണ്. ഞാൻ ആദ്യമായിട്ടാ. കുട്ടിയോ? കുട്ടിക്കും ആദ്യമായിട്ടാണല്ലേ? ആഹാ. തോലഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് കല്യാണം കഴിക്കാനും സമ്മതിക്കില്ല. വൃത്തികെട്ടവൻ. ഈ പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടുമായിരിക്കൂല്ലേ? കിട്ടും. ഈ പെണ്ണിനെ സാറ് തന്നെ കിട്ടും. അടുത്ത ശനിയാഴ്ച സാർ ആ കൂട്ടുകാരനെയും കൂട്ടി അങ്ങ് വന്നാൽ മതി. എടാ ബിജു, ഇറങ്ങി വാടാ. നിനക്കെന്തിനാ ഇത്ര നാണം? അത് സൂക്ഷിച്ച്. എന്റെ സെലക്ഷൻ തെറ്റിയില്ല. കലക്കുണ്ട്. എന്താണ് എല്ലാരും എന്നെ തന്നെ നോക്കണത്? അത് പിന്നെ നീ ഒട്ടുക്കത്തെ ഗ്ലാമർ അല്ല കുട്ട. ആണാ? അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ തന്നെ കൂട്ടിയത്. എന്നാ ഇത് കൂടി വെച്ചേക്കാം. ഇപ്പൊ പൂർത്തിയായി. ഈ വഴി പോയാൽ മഴ പെയ്യുമെന്ന് തോന്നുന്നു. എന്നാ പിന്നെ ആ വഴി പോവാം. എന്ത് കോലാണ് ഇപ്പൊ ചവിട്ടിയനെ. ഹായ്. അവരെത്തിയല്ലോ. ഇതിലേതാടോ ചെക്കൻ? ദേ ആ മനുഷ്യക്കോലത്തിലുള്ളതാണ് ചെക്കൻ. സമാധാനമായി. മണിയാവോ? നാളെ ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് എല്ലാം നേരിട്ടു. ഞാൻ ഇതൊന്ന് ഡീൽ ചെയ്തിട്ട് ഇപ്പൊ വരാം. നിങ്ങൾ സംസാരിച്ചിരിക്കും. അപ്പോ വിഷ്ണു റിസപ്ഷനിസ്റ്റ്, എത്ര ഉണ്ട് ശമ്പളം?
ഒരു 20-നടുത്ത് കിട്ടും. ഓ അത്രയും ഉണ്ടോ? ശമ്പളമൊക്കെ കുറവാന്നാണല്ലോ ബ്രോക്കർ പറഞ്ഞത്. അത് പിന്നെ ഈ ഗ്രാറ്റുവിറ്റിയും ബോണസൊക്കെ ചേരുമ്പോൾ അത്ര കിട്ടും. ഓ ശമ്പളമൊക്കെ ഞാൻ ചുമ്മാ ചോദിച്ചതാ. മോടെ ഇഷ്ടം അതേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്കിൾ കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? മോളെ ചായയുടെ എന്താ പേര്? ശ്രീലക്ഷ്മി. പേര് പറഞ്ഞത് കേട്ടില്ല കേട്ടോ. പെണ്ണു ഭയങ്കര നാണക്കാരിയാ. ഒത്തിരി അടുപ്പമുള്ളവരോട് മാത്രമേ അങ്ങനെ എന്തെങ്കിലും മിണ്ടാറുള്ളൂ. എന്റെ ഭാഗ്യം. ഇതാരാ? ഞാൻ വിളിച്ചു. വിഷ്ണുവിന്റെ ഫ്രണ്ടാണ്. എവിടെ ഉള്ളതാ? ഇവിടെ അടുത്ത് തോട്ടക്കാട്ടുകരയില്. തോട്ടക്കാട്ടുകാരല്ലോ? അവിടെ ആരുടെ മകനാ? വേലായുധൻ നായരുടെ. ഏത്? കൊടൈക്കനാലിൽ കൊക്കൈ വീണ് മരിച്ച വേലായുധൻ്റെ? അച്ഛൻ കൊക്കയിൽ വീണെന്നുള്ള നേരാ. പക്ഷെ മരിച്ചതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. ആ എടാ, നീ ഇപ്പോഴും ഒന്ന് കുളിച്ച് വൃത്തിയായിട്ട് വന്ന വേലായുധൻ നായർ തന്നെയാ. ആ ഞാനും വേലായുധനും ഒക്കെ എങ്ങനെ കഴിഞ്ഞവരാന്ന് നിനക്കറിയാവോ? ആ ഞങ്ങൾ നമ്മൾ ചില വാക്കുകളൊക്കെ കൈമാറിയിരുന്നു. ആ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ബിജു എന്തോ ചെയ്യുന്നു? ഇവനിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചുമ്മാ സ്കൂൾ പിള്ളേരെ ഡാൻസ് പഠിപ്പിച്ചു നടക്കുന്നു. ഓഹോ, ഡാൻസറാന്നു? എന്റെ മകൾക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ജീവനാണ്. എന്റെ ഒരു സ്റ്റുഡന്റിന്റെ അച്ഛൻ വഴി ദുബായിലൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാനുള്ള പ്ലാൻ ഇട്ടുണ്ട്. അതപ്പോ പിന്നൊരു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ദുബായിലേക്ക് പോവാന്ന് വിചാരിക്കണം. ബിജുവേട്ടന് ഏതൈറ്റത്തിലാ താല്പര്യം? അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ഐറ്റത്തിനും ക്ലാസ് എടുക്കും. ശ്രീലക്ഷ്മിക്ക് ഏതൈറ്റത്തിലാ താല്പര്യം? എനിക്കിഷ്ടം മോഹിനിയാട്ടാ. മോഹിനിയാട്ടാ? അതായിരുന്നു എന്റെ ഫേവറേറ്റ്. ഞാനും കൊച്ചിലോട്ട് കളിക്കുമായിരുന്നേ. ഈ പാത്രത്തിന്റെ ഒക്കെ പുറത്തേറിയുന്ന തലേ ചട്ടിയൊക്കെ വെച്ച് കളിക്കുന്ന കളിയില്ലേ, എനിക്കായിരുന്നു ഇന്ന് ഫസ്റ്റ്. അത് ഉച്ചിപ്പൊടിയാടാ. അതുപോലും അറിയാൻ പാടില്ല. എന്തൊരു വിഡ്ഢിയാണെന്ന് നോക്കണേ. എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചിരിക്കും. ആയിക്കോട്ടെ. ആ മോനവിടെ അവരെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു ഇരിക്കട്ടെ. അതെ അളിയാ, സ്ത്രീധനത്തിന്റെ ഒരു പങ്ക് നിന്റെ ഡാൻസ് സ്കൂളിന് വേണ്ടി സ്പോൺസർ ചെയ്യും. പോടാ, സ്ത്രീധനമേ മുഴുവനായിട്ട് കിട്ടാൻ പോകും. അപ്പോഴാണ് അവന്റെ പങ്ക്. പോടാപ്പ. ശ്രീലക്ഷ്മി മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ എനിക്കിട്ട് പണി തരാൻ വേണ്ടി അച്ഛന് കുത്തിയിരിക്കുകയാണല്ലോ. ലഡ്ഡു. ശ്രീലക്ഷ്മിയുടെ പേരെന്താ? ശ്രീലക്ഷ്മി. ഈ പേരിനെ കുറിച്ച് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞിരിക്കുന്നത്
Yeah.